2021 റിലീസായ കോഡ എന്ന ഓസ്കാർ നോമിനേറ്റഡ് ആയ ഒരു ചിത്രമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. കാത് കേൾക്കാൻ സാധിക്കാത്ത പേരൻസിന് ജനിച്ച ഒരു ടീനേജുകാരി പെൺകുട്ടിയുടെ കഥ. അവൾ ജീവിതത്തിൽ അനുഭവിച്ച സ്ട്രഗിൾസും അതിൽ നിന്ന് അവൾ അച്ചീവ് ചെയ്ത കാര്യങ്ങളുമൊക്കെ വളരെ മോട്ടിവേഷണൽ ആയി പറഞ്ഞ ഈ കഥയിലേക്ക് നമുക്ക് കിടക്കാം. പോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ റൂബി എന്ന 17 വയസ്സുകാരിയായ ഒരു ടീനേജറിനെ കാണിച്ചുകൊണ്ടാണ്. ഞാനൊക്കെ വെളുപ്പാങ്കാലം കണ്ട കാലം മറന്നു. ഈ പെൺകുട്ടി വെളുപ്പിന് എഴുന്നേക്കാൻ മടിയുള്ള എന്നെ പോലെയുള്ള ഒരാളെയല്ല. അവൾ വെളുപ്പിന് 3 മണിക്ക് തന്നെ എഴുന്നേൽക്കും. അവളുടെ അച്ഛനെയും ലിയോ എന്ന അവളുടെ മൂത്ത സഹോദരനെയും അവരുടെ ജോലിയിൽ സഹായിക്കും. മീൻപിടുത്തമാണ് റൂബിയുടെ കുടുംബത്തിന്റെ തൊഴിൽ. ഒപ്പം തന്നെ റൂബിയുടെ കുടുംബത്തിൽ റൂബി ഒഴിച്ച് അവളുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ കാതാണ് റൂബി എന്ന് നമുക്ക് പറയാം. എന്തായാലും വീട്ടിലെല്ലാരെയും സഹായിച്ച ശേഷം അവൾ ക്ലാസ്സിലേക്ക് പോകും. പാവം വെളുപ്പിന് എഴുന്നേറ്റ് ജോലി ചെയ്ത് ക്ഷീണിച്ച് സ്കൂളിൽ എത്തുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിന്റെ ഇടയിലിരുന്ന് ഉറക്കം തൂങ്ങുന്നത് പതിവാണ്. റൂബിക്ക് സ്കൂളിൽ അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. പ്രത്യേകിച്ച് അവളുടെ ക്ലാസ്സിലെ കുട്ടികൾ അവളെ കളിയാക്കാറുണ്ട്. ഹോ, എന്തൊരു മീൻ നാറ്റമായി ഇവളെ എന്ന് പറഞ്ഞ്. അല്ലാതെ അവളെ കൂട്ടുകൂടാൻ ആരും മുന്നോട്ട് വരാറില്ല. പിന്നെയും ഒരു ഫ്രണ്ട് എന്ന് പറയാവുന്നത് ആഡ്രയാണ്. റൂബിയുടെ പേരൻസ് ചിലപ്പോഴൊക്കെ അവളെ പിക്ക് ചെയ്യാനായി സ്കൂളിൽ എത്താറുണ്ട്. ഈ സമയത്ത് കാത് കേൾക്കില്ലെങ്കിൽ പോലും അവളുടെ പേരൻസ് നല്ല ശബ്ദത്തിലെ മ്യൂസിക് പ്ലേ ചെയ്താണ് വണ്ടിയിൽ വരുന്നത്. ഇത് കേട്ട് കുട്ടികളെല്ലാം ഇത് എന്തോന്നിത് മറ്റുള്ളവരുടെ ചെവി പൊട്ടിക്കുമെന്ന മട്ടിൽ നോക്കുമ്പോൾ റൂബിക്ക് അത് വലിയ നാണക്കേട് പോലെ ഫീൽ ആകാറുണ്ട്. ഒപ്പം തന്നെ ഇവര് ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ പേരൻസിന് സംസാരിക്കാനും കഴിയില്ല. കാത് കേൾക്കാത്തതുകൊണ്ട് തന്നെ അവർ ഡോക്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സൈൻ ലാംഗ്വേജിലാണ്. പക്ഷെ ഡോക്ടറിന് അത് മനസ്സിലാവണമെന്നില്ലല്ലോ. ആ സമയത്തും പേരൻസിന്റെ കൂട്ടായി നിന്ന് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് റൂബിയാണ്. നമ്മളിപ്പോ ഹെഡ്ഫോൺ ഒക്കെ വെച്ചോണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചോദിച്ചാൽ വോളിയം ഒക്കെ നല്ല ഹൈ ലെവലിൽ തന്നെ വെച്ച് നമ്മൾ അത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിലും വലിയ ഒച്ചത്തിലായിരിക്കില്ല നമ്മൾ സംസാരിക്കുക. കേൾക്കുന്നവരുടെ കാത് പൊട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ അലറുക. അതേപോലെ തന്നെ ഇവിടെ റൂബിയുടെ പേരൻസിനും ചേട്ടനും കാത് കേൾക്കാത്തത് കൊണ്ട് അവർ എന്ത് ചെയ്താലും നല്ല സൗണ്ടിലാണ് ചെയ്യുന്നത്. കാരണം കാത് കേൾക്കാത്തതുകൊണ്ട് അവർ അറിയുന്നില്ല എത്രയും സൗണ്ട് ആണെന്ന്. ഈ സമയത്തെല്ലാം റൂബി പാവം ചെവിയിൽ പഞ്ഞിയും വെച്ച് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്തൊക്കെയാണേലും അവളുടെ ഫാമിലി അവളുടെ ഫേവറേറ്റ് ആണ്. റൂബിക്ക് പാട്ട് പാടാൻ വലിയ ഇഷ്ടമാണ്. അവൾക്ക് സ്കൂളിലെ കൊയറിൽ ചേരണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് അതിന്റെ ഓഡീഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അവൾ ചെല്ലുന്നു. പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും കൊണ്ട് സാറ് പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ റൂബിയുടെ ചാൻസ് എത്തുമ്പോൾ അവള് പാടാനായി വന്നു നിൽക്കുന്നു. പക്ഷെ അവിടെ അവളെ തന്നെ ഉറ്റുനോക്കുന്ന അവളെ കളിയാക്കുന്ന അവളുടെ ആ ഒരു ക്ലാസ്സിലെ കുട്ടികളെ കാണുമ്പോൾ എന്തോ ധൈര്യം ചോരുന്ന അവൾ പാടാതെ ഇറങ്ങി ഓടുന്നു. അവൾ തനിയെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. ടെൻഷനൊക്കെ മാറാനായി അവൾ പാട്ട് പാടുന്നു. ആ സമയത്താണ് നമ്മൾ കേൾക്കുന്നത് റൂബിയുടെ നല്ല കാതിന് ഇമ്പമാർന്ന പാട്ട് തന്നെയായിരുന്നു. പക്ഷെ അവള് അവിടെ പാടാതെ പോയില്ലേ. അങ്ങനെ അന്ന് വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും സംസാരിക്കുന്നതിൽ നിന്ന് കുടുംബത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇവരുടെ മീൻ ബിസിനസ് നന്നായി പോകുന്നില്ല. അച്ഛനാണെങ്കിൽ ഈ ഫീൽഡിലെ തൊഴിൽ മാത്രമേ അറിയൂ, മറ്റൊരു ജോലി അങ്ങനെ അറിയില്ല. മാറി മാറി വരുന്ന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓരോ റൂൾസും റെഗുലേഷൻസും ഫിഷിംഗ് ചെയ്യുന്നവർക്ക് അത്ര ഫേവറബിളും അല്ല. എന്തായാലും താനും എന്തെങ്കിലും ചെയ്ത് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്ന റൂബി അടുത്ത ദിവസം തന്നെ അവരുടെ സാറിനെ ചെന്ന് കാണുന്നു. കഴിഞ്ഞ ദിവസം എന്തിനാ ഓഡിഷന്റെ ഇടയിൽ ഇറങ്ങി ഓടിയതെന്ന് സാറ് ചോദിക്കുമ്പോൾ കൂട്ടുകാര് കളിയാക്കൂന്ന് പേടിച്ചാൽ ഞാൻ പോയതെന്ന് അവള് പറയുന്നു. എന്തായാലും സാർ അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഒരു കാരണവശാലും പിറകോട്ട് പോവാതെ മുന്നോട്ട് തന്നെ വരണമെന്ന് അവൾ അതോടെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവൾ കൊയറിൽ സജീവമാകുന്നു. അവളുടെ പാട്ട് അത്രയേറെ മനോഹരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് വളരെ പെട്ടെന്ന് അവളെ കളിയാക്കിയിരുന്നവരുടെ പോലും അറ്റൻഷൻ കിട്ടുന്നു. പ്രത്യേകിച്ച് അവൾ ഏറെ നാളായി മനസ്സിൽ ഒരു ഇഷ്ടം കൊണ്ട് നടക്കുന്ന ആ ഗ്രൂപ്പിലെ മൈൽസ് എന്ന പയ്യൻ വരെ അവളെ വളരെയധികം ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സാർ മൈൽസിനെയും റൂബിയെയും വിളിച്ച് ഇവർ രണ്ടുപേരും അടുത്ത പ്രോഗ്രാമിന് ഒരു ഡ്യൂയറ്റ് പാടണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അന്ന് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്ന റൂബി കാണുന്നത് ഇടനില കച്ചവടക്കാർ കുറഞ്ഞ വിലയ്ക്ക് അച്ഛന്റെ കയ്യിൽ നിന്ന് മീൻ വാങ്ങി അത് വലിയ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കുന്ന റൂബി അതിൽ നിന്ന് അച്ഛൻ സേവ് ചെയ്യുന്നു. ഈ സമയം അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന റൂബിയുടെ ചേട്ടൻ ആകെ കൊച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. കാരണം ഇയാൾ ഉണ്ടായിട്ടും ഇയാൾക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. ഒപ്പം തന്നെ റൂബി അച്ഛനോട് നമുക്ക് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പിടിക്കുന്ന മീൻ വിൽക്കാമെന്ന് പറയുമ്പോൾ അച്ഛൻ അതൊരു പേടി. ഇവർ പിടിക്കുന്ന മീൻ ഇവർക്ക് അങ്ങ് വിൽക്കാൻ സാധിച്ചില്ലെങ്കിലോ എന്ന കാര്യത്തിൽ. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം മ്യൂസിക് ടീച്ചർ റൂബിയെയും മൈൽസിനെയും പാടി കേൾപ്പിക്കാനായി ആവശ്യപ്പെടുന്നു. ഇവര് പാട്ട് പാടുമ്പോൾ സാറിന് മനസ്സിലാവുന്നുണ്ട് ഇവർ ഒന്നിച്ച് ഇതുവരെ പ്രാക്ടീസ് ചെയ്തില്ല എന്ന്. ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് അതെ സാർ, ഞങ്ങൾ ഒന്നിച്ച് ചെയ്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഇരുന്നാണ് പ്രാക്ടീസ് ചെയ്തതെന്ന്. അത് കേൾക്കുന്ന സാറ് ദേഷ്യപ്പെടാണ്. കാരണം ഡ്യൂയറ്റ് അങ്ങനെ അങ്ങ് പാടാൻ പറ്റുമോ? ഡ്യൂയറ്റ് പാടുന്ന രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്താലല്ലേ അവർക്ക് നന്നായി പാടാൻ സാധിക്കൂ. ആ കാര്യം സാർ
അവർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അന്ന് അവിടെ നിന്ന് മൈൽസ് പോയി കഴിയുമ്പോൾ സാർ റൂബിയോട് അവളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് ചോദിക്കുന്നു. എനിക്ക് എന്തുവാ സാറേ പ്ലാൻ, തുടർന്ന് പഠിക്കാൻ കാശില്ല, അതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ പോകുന്നു അവള് പറയുമ്പോൾ മൈൽസിന് ഞാൻ സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ വാങ്ങാനായി ശ്രമിക്കുന്നുണ്ട്. നീ നന്നായി പാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയാ, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് നിന്റെ ടാലന്റിന്റെ പുറത്ത് സ്കോളർഷിപ്പോട് കൂടി അഡ്മിഷൻ വാങ്ങാൻ ഞാൻ സഹായിക്കാമെന്ന് സാറ് പറയുന്നു. എന്തായാലും പിന്നീട് മൈൽസിനെ തന്റെ വീട്ടിലേക്ക് പ്രാക്ടീസിന് റൂബി വിളിക്കുന്നു. ഇവരിവിടെ പ്രാക്ടീസിന് വന്ന കാര്യം റൂബിയുടെ പേരൻസിന് അറിയില്ല. ഇവരെത്ര ശബ്ദത്തിൽ പാടിയാലും പേരൻസ് കേൾക്കില്ലല്ലോ. അങ്ങനെ റൂബിയുടെ റൂമിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുന്നു. ആദ്യമൊക്കെ പ്രാക്ടീസ് നല്ല സ്മൂത്തായി മുന്നോട്ട് പോകുന്നു. ഈ സമയത്താണ് വീട്ടിൽ ആരും ഇല്ലാന്ന് കരുതി റൂബിയുടെ അച്ഛനും അമ്മയും ഒടുക്കത്തെ റൊമാൻസ്. ആ ശബ്ദം കേട്ട് മൈൽസ് ചിരിക്കുമ്പോൾ റൂബിക്ക് ആകെ നാണക്കേട് ഫീൽ ചെയ്യുന്നു. അവൾ വേഗം തന്നെ അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടാണ്. എന്നാലും അടുത്ത ദിവസം അവൾ സ്കൂൾ ക്യാൻറ്റീനിൽ നിൽക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന അവളുടെ ക്ലാസ്സിലെ ചില കുട്ടികൾ അവളെ വല്ലാതെ കളിയാക്കുന്നു. അവരിങ്ങനെ ഡബിൾ മീനിങ് ഒക്കെ വെച്ചവരൊന്നും സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന റൂബിക്ക് കാര്യം പിടികിട്ടുന്നു. അവൾ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പോൾ അത് കണ്ട് മൈൽസ് അവളുടെ പിറകെ ചെന്ന് സോറി ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം റൂബിയുടെ വീട്ടിൽ പ്രാക്ടീസിന് പോയപ്പോൾ നടന്ന കാര്യം അവൻ അവന്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. പക്ഷെ അത് ആ കൂട്ടുകാരൻ മറ്റുള്ളവരോട് പറഞ്ഞ് ഒരു തമാശയായി അവരെല്ലാം ചിരിക്കുകയായിരുന്നു റൂബിയെ കണ്ടപ്പോൾ. ഇവർക്ക് അതൊക്കെ തമാശയായിരിക്കാം, പക്ഷെ പേരൻസിനെ കളിയാക്കുന്നത് റൂബിക്ക് അത്ര തമാശയല്ലല്ലോ. അവൾ ദേഷ്യപ്പെട്ടു പോകുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് റൂബി മ്യൂസിക് സാറിന്റെ വീട്ടിൽ അവളുടെ പ്രാക്ടീസിന് പോകുന്നു. അവൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ സാർ അവളെ കൂടെ സഹകരിച്ച് നിന്ന് വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മീൻപിടുത്തക്കാരുടെയും റെഗുലേറ്റേഴ്സിന്റെയും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി അച്ഛന്റെയും ചേട്ടന്റെയും കൂടെ പോകുന്ന റൂബിയാണ്. അവിടെ വെച്ച് കാത് കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന മറ്റെല്ലാ ആളുകളുടെ മുന്നിൽ റൂബിയുടെ സഹായത്തോടെ അച്ഛൻ തങ്ങൾക്കിനി ഇടനിലക്കാരുടെ ആവശ്യമില്ല, തങ്ങൾ നേരിട്ട് നല്ല ലാഭത്തിൽ തന്നെ കച്ചവടം ചെയ്യുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികളോടും ഇടനിലക്കാരും റെഗുലേറ്റേഴ്സും നടത്തുന്ന ചതി തിരിച്ചറിഞ്ഞ് നമ്മൾ ഒന്നു ചേരണമെന്നെല്ലാം പറയുമ്പോൾ അവരാരും മുഖവിലക്ക് എടുക്കുന്നില്ല. എന്തായാലും പിന്നോട്ട് പോവില്ലെന്ന് തീരുമാനിച്ച ഇവർ മുന്നോട്ട് എങ്ങനെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിക്കാനായി ബ്രൗഷേഴ്സ് ഒക്കെ ഇവർ വിതരണം ചെയ്യുകയാണ്. ഒരു യൂണിയൻ മത്സ്യത്തൊഴിലാളികൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിനെ പറ്റിക്കാനായി മറ്റാരും മുന്നോട്ട് വരില്ല എന്നിവർ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ ഒരു കാര്യത്തിനായി അവർ വേണ്ട മറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാണ്. ഇതേ ടൈം ഈ ഒരു കാര്യങ്ങളിൽ തന്റെ ഫാമിലിയെ സഹായിക്കുന്ന റൂബി അവളുടെ പ്രാക്ടീസിന് പോകാൻ മറക്കുന്നില്ല. പക്ഷെ പ്രാക്ടീസിന് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലേറ്റ് ആയിട്ടാണ് അവൾ ചെല്ലുന്നത്. പക്ഷെ പ്രാക്ടീസിന്റെ ഇടയിലും റൂബിക്ക് എപ്പോഴും ഫോൺ കോൾസ് വന്നുകൊണ്ടിരുന്നു. അവളുടെ പേരൻസിന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇവളാണ് അവരുടെ ബിഹാഫിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറിന് പതിയെ പതിയെ ഇത് വളരെ ബുദ്ധിമുട്ടാകുന്നു. രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നെന്ന് പറയുമ്പോൾ അവൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം കറക്റ്റ് സമയത്ത് പ്രാക്ടീസിന് ചെല്ലാനായി അവൾ ഒരുങ്ങി ഇറങ്ങുമ്പോൾ അമ്മ തടയാണ്. നമ്മൾ ഈ ചെയ്ത വലിയൊരു കാര്യമാണ്, അതിനെപ്പറ്റി നമുക്ക് ഇന്റർവ്യൂ എടുക്കാനായി TV-കാരെത്തുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ പറയുന്നത് അവർക്ക് മനസ്സിലാവാനായി നീ ഇവിടെ വേണമെന്ന് പറഞ്ഞ് അമ്മ അവളെ പ്രാക്ടീസിന് വിടുന്നില്ല. അവൾക്ക് അവളുടേതായ കാര്യങ്ങളില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അന്ന് അവൾ ഏറെ വൈകിയാണ് പ്രാക്ടീസ് ചെയ്യാനായി സാറിന്റെ വീട്ടിലെത്തുന്നത്. ഒരുപാട് വൈകിയതുകൊണ്ട് തന്നെ സാറ് ഡോറ് പോലും അവൾക്ക് തുറന്നു കൊടുക്കുന്നില്ല. അടുത്ത ദിവസം സ്കൂളിൽ വെച്ച സാറിനെ കാണുമ്പോൾ അവള് സോറി ചോദിക്കുന്നുണ്ടെങ്കിലും നീ വെറുതെ എന്റെ സമയം വേസ്റ്റ് ചെയ്യുക, നീ ഒരിക്കലും ഇതിനൊന്നും കേപ്പബിൾ അല്ല എന്നെല്ലാം സാർ അവളോട് ദേഷ്യപ്പെടുന്നു. അന്ന് വൈകിട്ട് വീട്ടിലെത്തുന്ന അവൾ അവളുടെ പേരൻസിനോടും ചേട്ടനോടും ജീവിതകാലം മുഴുവൻ ഇവരുടെ ട്രാൻസ്ലേറ്റർ ആയിട്ടിരിക്കാൻ അവൾക്ക് സാധിക്കില്ല. അവൾക്കും അവളുടേതായ കാര്യങ്ങളുണ്ട്. അവൾക്ക് മ്യൂസിക് വളരെ ഇഷ്ടമാണ്. നല്ലൊരു മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടാനായി സാർ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ കാര്യങ്ങൾക്ക് അവൾ ബിസി ആയിരിക്കുമെന്നെല്ലാം ഇവരോട് പറയുമ്പോൾ ഞങ്ങൾക്ക് നിന്നെ ആവശ്യമാണ്, നീ ഇല്ലാതെ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പേരൻസും പറയുന്നു. എന്തായാലും പേരൻസിനോട് പിണങ്ങിയ റൂബി അടുത്ത ദിവസം ചേട്ടനും അച്ഛനും മീൻ പിടിക്കാൻ പോകുമ്പോൾ ബോട്ടിൽ കൂടെ പോകുന്നില്ല. ഇവരുടെ നിർഭാഗ്യവശാൽ അന്നത്തെ ദിവസമാണ് ഗവൺമെന്റ് അയച്ച റെഗുലേറ്ററി ഒബ്സർവർ ഇവരുടെ കൂടെ അന്ന് ബോട്ടിങ്ങിന് ചെല്ലുന്നത്. ഇവർക്കാണെങ്കിൽ മീൻ പിടിക്കുന്ന ഈ അച്ഛനും മകനും കാത് കേൾക്കാത്തവരാണ് എന്നറിയില്ലായിരുന്നു. അതറിയാതെ അവർ ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ സാധിക്കാതെ റൂബിയുടെ അച്ഛൻ പേപ്പറിൽ എഴുതി കാണിക്കുന്നു. ഈ സമയത്ത് ഇത് മനസ്സിലാക്കുന്ന അവർ ഉടനെ കോസ്റ്റ് ഗാർഡിനെ വിളിക്കുകയാണ്. കോസ്റ്റ് ഗാർഡ് തിരിച്ച് ബോട്ടിലേക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ കാത് കേൾക്കാത്തതുകൊണ്ട് റൂബിയുടെ അച്ഛനും ചേട്ടനും ആ ഒരു കോൾ അറ്റൻഡ് ചെയ്തില്ല. എന്തായാലും വരുന്ന കോസ്റ്റ് ഗാർഡ് ഇവരെ ബാൻ ചെയ്യുന്നു. തിരിച്ചിവരെ കരയിലേക്ക് മീൻപിടുത്തം നിർത്തി കൊണ്ടുപോവുകയാണ്. ഇതേസമയം ഈ കാര്യങ്ങൾ അറിയാത്ത റൂബി മൈൽസിന്റെ കൂടെയായിരുന്നു. അവനാണെങ്കിൽ അവളോട് അന്ന് അവൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. അവനോട് അവൾ ക്ഷമിക്കുമ്പോൾ രണ്ടുപേരും സ്വിമ്മിങ്ങിനൊക്കെ പോകുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് വീട്ടിലെ പുതിയ പ്രശ്നം റൂബിക്ക് മനസ്സിലാവുന്നത്. കുറച്ച് നാളത്തേക്ക് റൂബിയുടെ അച്ഛന്റെ ലൈസൻസ് കോസ്റ്റൽ ഗാർഡ് കട്ട് ചെയ്തു. നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് അച്ഛനും അമ്മയും റൂബിയെ വഴക്ക് പറയുമ്പോൾ ചേട്ടൻ റൂബിയെ ഡിഫെൻഡ് ചെയ്യുന്നു. അവൾക്ക് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കാത് കേൾക്കില്ലെങ്കിൽ നമ്മളെ സഹായിക്കാനായി കാത് കേൾക്കുന്ന കുറച്ചു പേരെ നമുക്ക് ആവശ്യമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. എന്തായാലും അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവരെ കോസ്റ്റൽ ഗാർഡ് പിടിച്ചതിന്റെ വിചാരണ നടക്കുന്നു. ആ സമയത്ത് ഡേഞ്ചറസ് ആയ രീതിയിൽ സെയിൽ ചെയ്തു എന്ന് പറഞ്ഞ് ഇവർക്ക് $2000 പിഴ നൽകുന്നു. ഒപ്പം തന്നെ ഇനി റേഡിയോ കോൾസും മറ്റ് സിഗ്നൽസും ഒക്കെ കേൾക്കാൻ സാധിക്കുന്ന, അറ്റൻഡ് ചെയ്ത് മറുപടി പറയാൻ കഴിയുന്ന ഒരു ക്രൂവിനെ കൂടെ കൂട്ടിയേ ഫിഷിങ്ങിന് പോകാൻ സാധിക്കുമെന്നാണ്
ഇവരോട് പറയുന്നത്. പേരൻസ് ആകെ പ്രശ്നത്തിലാവുന്നു. കാരണം കാത് കേൾക്കാൻ കഴിയുന്ന ഒരാളെ കിട്ടാൻ എളുപ്പമാണ്, പക്ഷെ ഇവരുടെ സൈൻ ലാംഗ്വേജ് മനസ്സിലാക്കി അതിനനുസരിച്ച് റൂബിക്ക് പറ്റുന്ന പോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തുക വളരെ പാടാണല്ലോ. ഇതിനൊരു പോം വഴി ഈ പണി നിർത്തുക, ഞാൻ ആ ബോട്ട് വിൽക്കാം എന്നെല്ലാം അച്ഛൻ ആകെ സങ്കടപ്പെടുമ്പോ റൂബി അവളുടെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെച്ച് ഫാമിലിയെ സഹായിക്കാനായി ബോട്ടിൽ വരാമെന്ന് പറയുന്നു. പക്ഷെ ചേട്ടന് അതിനോട് താല്പര്യമില്ല. നീ നിന്റെ സ്വപ്നങ്ങൾ വേണ്ട എന്ന് വെക്കണ്ടെന്ന് ചേട്ടൻ പറയുമ്പോ ഇനി അതേ വഴിയുള്ളൂ എന്ന് റൂബി തീർത്തു പറയുന്നു. ഈ സമയം ദേഷ്യം വന്ന് ചേട്ടൻ അവിടെ നിന്ന് പോകുന്നു. പിണങ്ങി നടക്കുന്ന ചേട്ടനോട് റൂബി സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്റെ ഒരു സുഹൃത്ത് വഴി റൂബി നന്നായി പാടുമെന്ന് താൻ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് നീ ആ രീതിയിൽ നിന്റെ ഡ്രീംസിനെ അച്ചീവ് ചെയ്യണമെന്നും ചേട്ടൻ പറയുന്നു. ഒപ്പം തന്നെ റൂബി പേടിക്കേണ്ട, താൻ കേപ്പബിൾ ആണ് അച്ഛന്റെയും അമ്മയുടെയും ഫാമിലി ബിസിനസിന്റെയും കാര്യങ്ങൾ നോക്കാൻ. കാരണം റൂബി ജനിക്കുന്നതിന് മുന്നേ ചേട്ടനായിരുന്നല്ലോ റൂബിയുടെ സ്ഥാനത്ത് നിന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് റൂബിയുടെ കൊയർ ടീമിന്റെ പെർഫോമൻസ് ആണ്. അത് കാണാനായി വേദിയിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ റൂബിയുടെ അച്ഛനും അമ്മയുമുണ്ട്. ഇവർക്ക് ഒന്നും കേൾക്കാൻ സാധിക്കില്ലെങ്കിലും മകളെ സ്റ്റേജിൽ കാണാനായി അവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെർഫോമൻസ് ആരംഭിക്കുന്നു. ഒന്നും കേൾക്കാൻ കഴിയാത്ത ഇവർ മകൾ എത്ര മനോഹരമായിട്ടാണ് സ്റ്റേജിൽ നിൽക്കുന്നത്, അവൾ എത്ര സുന്ദരിയാണെന്നെല്ലാം ഇങ്ങനെ പരസ്പരം പറഞ്ഞ് സന്തോഷിക്കുന്നു. അതിനുശേഷം മൈൽസിന്റെയും റൂബിയുടെയും ഡ്യൂറ്റ് പെർഫോമൻസ് വരുമ്പോൾ ചുറ്റും ഇരിക്കുന്ന കാണികൾ ആ ഒരു പാട്ട് എൻജോയ് ചെയ്യുന്ന എക്സ്പ്രഷൻ കാണുന്ന അച്ഛനും അമ്മയ്ക്കും അവർ നന്നായാണ് പെർഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നു. എല്ലാവരും കൈയടിക്കുമ്പോൾ ഇവരും കൈയടിക്കുന്നു. കാരണം പാട്ട് കഴിയുന്നത് ഇവർ അറിഞ്ഞില്ലല്ലോ. അങ്ങനെ എന്തായാലും അവർ വളരെ ഹാപ്പി ആകുന്നു. പ്രോഗ്രാം കഴിഞ്ഞ മ്യൂസിക് സാറിനെ പേരൻസ് കാണാനായി ചെല്ലുന്നു. മ്യൂസിക് സാറ് അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്നാലും റൂബിയെ മ്യൂസിക് കോളേജിൽ വിടേണ്ടതായിരുന്നു, അവൾ എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്, ഒരു ദിവസം നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്ത് പശ്ചാത്തപിക്കുമെന്ന് പറയുമ്പോൾ അത്രയും നേരം സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സൈൻ ലാംഗ്വേജിലൂടെ പേരൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത റൂബി പക്ഷെ ഈ ഒരു കാര്യം മാത്രം പറയാതെ മറച്ചു വെക്കുന്നു. അന്ന് തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞ് അച്ഛൻ അവളോട് പാട്ടിനെ പറ്റി പറയുന്നു. അവൾ ആ പാട്ടിന്റെ അർത്ഥം അച്ഛന് പറഞ്ഞു കൊടുത്ത ശേഷം അച്ഛന് വേണ്ടി അവൾ ആ പാട്ട് പാടുകയാണ്. ആ സമയം അവളുടെ തൊണ്ടയിൽ കൈവച്ച് അച്ഛൻ ആ വൈബ്രേഷൻസിലൂടെ ആ പാട്ടിനെ മനസ്സിലേക്ക് എടുക്കുന്നു. വളരെയധികം അദ്ദേഹം ഇമോഷണൽ ആകുന്നു. അടുത്ത ദിവസം രാവിലെ ഉറക്കമായിരുന്ന റൂബിയെ തട്ടി വിളിച്ച് അദ്ദേഹം അവളെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂട്ടി യാത്ര പുറപ്പെടുന്നു. ഇവരിപ്പോൾ റൂബിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ഒരു മ്യൂസിക് കോളേജിലെ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തേക്കാണ്. ഇത് ഒരു സഡൻ ഡിസിഷൻ ആണ്, പക്ഷെ റൂബിക്ക് ഇതിന് കഴിയുമെന്ന് അവളുടെ ഫാമിലി വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ അവരെത്തുമ്പോൾ മൈൽസ് ഓഡിഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു. റൂബിയുടെ ചാൻസ് ആവുമ്പോൾ അവൾക്ക് പിയാനോ വായിക്കാനായി അവിടെ മൈൽസിന്റെ കൂടെ എത്തിയ മ്യൂസിക് സാറ് സ്റ്റേജിലേക്ക് കയറുന്നു. റൂബി വെറുതെ പാടുമല്ല, ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്ന അവളുടെ പേരൻസിന് മനസ്സിലാവുന്ന രീതിയിൽ സൈൻ ലാംഗ്വേജും കൂടി കാണിച്ചാണ് അവൾ പാട്ട് പാടുന്നത്. ഇങ്ങനെ രണ്ട് കാര്യം ഒരേ സമയം ഒരു തെറ്റ് പോലും വരുത്താതെ നല്ല ഫ്ലോയിൽ അവൾ ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യാനിരുന്ന ജഡ്ജിംഗ് പാനൽ മെമ്പേഴ്സിനെ വളരെ ഇംപ്രസ് ചെയ്യുന്നു. എന്തായാലും റിസൾട്ട് ഇപ്പോൾ വരില്ല, കുറച്ച് നാൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു കാലയളവിലെല്ലാം റൂബി അവളുടെ ഫാമിലിയെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പൊക്കോണ്ടിരുന്നു. അവളുടെ ഫാമിലി ആകട്ടെ പതിയെ പതിയെ അവളില്ലാതെയും കാര്യങ്ങൾ ചെയ്യാനായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവളുടെ റിസൾട്ട് വരുന്നത്. അവർക്ക് വലിയ പ്രതീക്ഷയിലും കണ്ടിരുന്ന നമ്മളിലേറെ കുറെ പേര് പ്രതീക്ഷിച്ച പോലെ തന്നെ റൂബി പാസ്സായി. അവൾക്ക് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടിയിരിക്കുന്നു. അങ്ങനെ അവളുടെ ആഗ്രഹം പോലെ അവൾ മ്യൂസിക്കിന്റെ ലോകത്തേക്ക് പഠിക്കാനായി പോകുന്നു. അവളുടെ വീട്ടുകാരും ഒപ്പം തന്നെ അവളുടെ ആ സാറും വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ തന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്ത് ഫാമിലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തന്റെ ഏറ്റവും വലിയ ഡ്രീം അച്ചീവ് ചെയ്യാനായി പുതിയൊരു ചുവട് മുന്നോട്ട് വെക്കുന്ന റൂബിയെ ഫാമിലി സന്തോഷത്തോടെയും വിട്ടുപിരിയുന്നതിന്റെ ആ ഒരു സങ്കടത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും പഠിക്കാനായി യാത്രയാക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. എത്ര സ്ട്രഗിളിന്റെ ഇടയിലും എന്തെങ്കിലും കാര്യം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ച് അതിനുവേണ്ടി അത്രയേറെ അധ്വാനിച്ചാൽ ഉറപ്പായും അത് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു മെസ്സേജ് തന്നുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.